കോഴിക്കോട് ഒളവണ്ണ സ്വദേശികളായ രാജന്റെയും സുമയുടെയും ഏകമകളാണ് സുമിജ. ജന്മന ഓട്ടിസം ബാധിച്ച സുമിജയുടെ ചികിത്സയ്ക്കായി വൻ തുകയാണ് മാതാപിതാക്കൾ ചെലവഴിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രയാസം രൂക്ഷമായതോടെ വർഷങ്ങളായി മകളുടെ ചികിത്സയടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. സുമിജയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ശൗചാലയത്തിലേക്ക് എടുത്തു നടക്കേണ്ട അവസ്ഥയാണ് അമ്മയ്ക്കുള്ളത്. എന്നാൽ അടച്ചുറപ്പുള്ളതും വൃത്തിയുള്ളതുമായ ഒരു ശൗചാലയം പോലും വീട്ടിലില്ലാത്തത് മാതാപിതാക്കളെ അലട്ടിയ പ്രധാന വേദനകളിൽ ഒന്നായിരുന്നു. ജനം ടി വി വാർത്തയെ തുടർന്ന് ഇവർക്ക് നല്ലൊരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുകയാണ് സക്ഷമ. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നിരവധി സേവാ പ്രവർത്തനങ്ങൾ സക്ഷമയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളോടുകൂടി ജീവിക്കുന്ന അവർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സക്ഷമയുടെ പ്രവർത്തന ലക്ഷ്യം. ജന്മന സെറിബ്രൽ പാൾസി ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവർ ഇപ്പോൾ 36 വയസ്സായി. വളരെ പരിതാപകരമായ ഈ അവസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ജനം ടി വിയാണ്. അതനുസരിച്ച് സക്ഷമയുടെ പ്രവർത്തകർ അവിടെ ഓടിയെത്തുകയും അവിടുത്തെ വിവരങ്ങൾ അറിയുകയും ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സക്ഷമയുടെ പ്രവർത്തകർ ശുചിമുറി ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ ഇപ്പോൾ ജപ്തിയായ അവസ്ഥയിലാണ്. മകളുടെ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതോടൊപ്പം ജപ്തി ഭീഷണിയില്ലാതെ സ്വന്തം വീട്ടിൽ ഉറങ്ങണമെന്നത് മാത്രമാണ് ഇവരുടെ സ്വപ്നം. ജനം, കോഴിക്കോട്.